പൊതുസമൂഹം ഒരുപാട് ചോദ്യങ്ങൾ പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്താണ് നിർണായകമായൊരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പൊതുപരീക്ഷ ഭേദഗതി ബിൽ കൊണ്ടുവരുന്നു. പ്രധാനമന്ത്രിയുടെ സമയോചിതമായ ഇടപെടൽ ഉണ്ടാകുന്നു. ഇതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരും, കൂടുതൽ നീറ്റാകും. വലിയൊരു ആത്മവിശ്വാസം തന്നെയല്ലേ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക്, രക്ഷിതാക്കൾക്ക്, പൊതുസമൂഹത്തിന് ഈ ഒരു പുതിയ മാറ്റത്തിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്? ശക്തമായ ഒരു നിയമനിർമ്മാണം വരുന്നതിൽ നമുക്ക് ഏറെ സന്തോഷിക്കാം. കാരണം ഇതിനകത്ത് നേരത്തെ തന്നെ 2024 പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് പാസ്സാക്കിയിരുന്നു പാർലമെൻറ്റിൽ. അത് ഈ ആക്ടിൽ പറയുന്നത് പോലെ, ഇപ്പോൾ പുതിയ ബില്ലിൽ പറയുന്നത് പോലെയുള്ള അത്രയും റിജിഡായിട്ടുള്ള ശിക്ഷാ നടപടികളില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അത് 2024 ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് ഒരു ഏതാനും സെൻറ്ററുകളിലാണ് ആ പ്രശ്നം ഉണ്ടായത്. എന്നാൽ പോലും അത് വളരെയധികം കൺസേൺ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിറ്ററൻസ് എന്നുള്ള തലത്തിലാണ് ഞാനിതിനെ കാണുന്നത്. കാരണം ഇതുകൊണ്ട് മാത്രം പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യണമെന്നില്ല. കാരണം നമുക്കറിയാം, ഇന്ത്യയിലെ വിദ്യാഭ്യാസ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ 100 കണക്കിന് ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്ന അവസ്ഥ പല സംസ്ഥാനങ്ങളിലും കേന്ദ്ര തലത്തിലും, വിശേഷിച്ചും ദേശീയ തലത്തിൽ 2006 ശേഷം CBSE 10th പരീക്ഷ, 12th പരീക്ഷ, അതുപോലെ AIPMT അന്ന് നീറ്റ് പരീക്ഷ വരുന്നതിന് മുമ്പ് 2008 ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ ഉൾപ്പെടെ എയിംസ് പരീക്ഷ 2012, അതുപോലെ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ തുടങ്ങിയിട്ടുള്ള പല പരീക്ഷകളും 2014 മുമ്പുണ്ടായിരുന്നു. 2014 ശേഷം ഇത് വീണ്ടും ആവർത്തിക്കുന്നത് നമ്മൾ ശ്രദ്ധേയമായൊരു ഇഷ്യൂ ഉണ്ടാകുന്നത് 2024 അപ്പോൾ സുപ്രീം കോടതി നിരവധി സംസ്ഥാനങ്ങളിലെയും വിഷയങ്ങളുടെ പശ്ചാത്തലത്തിലാണ്, കോടതിയിൽ വന്ന പല കേസുകളുടെ പശ്ചാത്തലത്തിൽ കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഒരു ദേശീയ എൻട്രൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് 2013 നടപ്പാക്കിയത്, നീറ്റ് പരീക്ഷ. അപ്പോൾ അന്ന് AIPMTക്ക് മാറ്റിവെച്ചുകൊണ്ടാണ്. അപ്പോൾ ആ പരീക്ഷ നടപ്പാക്കിയത് വീണ്ടും ചില അപാകതകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അത് AIPMT തന്നെ തുടരും. 2016 മുതലാണ് നീറ്റ് എക്സാം തുടങ്ങുന്നതും. അതിനുശേഷം 2017 മുതൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞിട്ട് ഒരു പരിധിവരെ സ്വയംഭരണ സ്ഥാപനമാണ്, സെൽഫ് ഫിനാൻസിങ് ലെവലിൽ തന്നെയാണ് അത് മുന്നേ നടത്തുന്നത്. അപ്പോൾ ആ NTA നടത്തിയ പല പരീക്ഷകളിലും ഒരു 4-5 പ്രധാന പരീക്ഷകൾ അതായത് നമ്മുടെ നെറ്റ് എക്സാമിൻ്റെ ഒരു ചോർച്ച ഉണ്ടായിട്ടുണ്ട്. 2024 മെഡിക്കൽ എൻട്രൻസിൻ്റെ വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പം പല പരീക്ഷകൾക്ക് NTA ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള വീഴ്ചയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് ഇന്ത്യ പോലുള്ളൊരു വലിയ രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങളിൽ പ്രാദേശിക തലത്തിലുമൊക്കെ ഇത് നമ്മൾ മാനുവലായിട്ടുള്ളൊരു എക്സാം നടക്കുന്ന രീതിയിലാണല്ലോ ഇതുവരെ പോകുന്നത്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും പേനയും പേപ്പറും ഉപയോഗിക്കുന്നൊരു സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലത്ത് വെച്ചും ഇതിനകത്ത് നുഴഞ്ഞു കയറാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അപ്പം സംസ്ഥാന തലത്തിൽ ട്രഷറികളിലോ അല്ലെങ്കിൽ ബാങ്ക് വഴിയോ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിൽ അതിൽ നിന്ന് പിന്നെ വിതരണ സമയത്ത് സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം 2024 കേന്ദ്ര സർക്കാർ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനെ നിയോഗിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആക്കണം രാജ്യം മുഴുവനും എന്നുള്ളൊരു പ്രധാന നിർദ്ദേശം വെച്ചിരുന്നു. പക്ഷേ ഈ 2026 വരെയും ആ തരത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ല, ആ റിപ്പോർട്ട് പൂർണ്ണരൂപത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നെക്സ്റ്റ് അക്കാഡമിക് 27 പരീക്ഷ പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ഒരു പരിധി വരെ ഈ നമുക്ക് കുറച്ചുകൂടെ സെക്യൂരിറ്റി സംവിധാനം മെച്ചപ്പെടും. പക്ഷേ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതിൽ ഒരു പ്രധാന കാരണം ഈ വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയിലേക്ക്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റേഴ്സ് ആയിട്ടുള്ള ചില 2-3 അധ്യാപകർ, അത് കെമിസ്ട്രി, ബയോളജി തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അവർ ക്വസ്റ്റ്യൻ പേപ്പർ പൂർണ്ണ രൂപത്തിലല്ല, അവർ ഈ വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു ഇലക്ട്രോണിക്സ് മീഡിയയും അനുവദിക്കാത്ത തരത്തിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത് NTA. പക്ഷേ അവരെ ഓർമ്മയിൽ നിന്ന് ഈ ഏതാണ്ട് 70-80% ക്വസ്റ്റ്യൻസ് അവർ റീകളക്ട് ചെയ്യുകയും അത് എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ മുഖേന അത് പുറത്തു പോവുകയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വ്യാപകമായ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നില്ല എങ്കിലും ഈ May 3 നടന്ന പരീക്ഷയിൽ അപാകതകൾ കണ്ടെത്തുന്നത് മറ്റു മാധ്യമങ്ങളോ പൊതുജനങ്ങളോ അല്ല, ഗവൺമെൻറ്റൽ ഏജൻസി തന്നെയാണ് ഇതിൽ ചില അപാകത ഉണ്ടെന്ന്. വിശേഷിച്ചും രാജസ്ഥാൻ ക്രൈംബ്രാഞ്ച് ആണ് ആദ്യം ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ചില അറസ്റ്റുകൾ നടന്നു. അപ്പം കാര്യമായ പൊതുജന ശ്രദ്ധ അതിൽ നേടിയിരുന്നില്ല, രാഷ്ട്രീയ പാർട്ടികളും കാര്യമായി ഇൻവോൾവ് ചെയ്തിരുന്നില്ല. അത് 2026 May 12 ഗവൺമെൻറ് ഈ പരീക്ഷ ക്യാൻസൽ ചെയ്യുകയുണ്ടായി.
അന്നും ഇതൊരു വലിയൊരു ബഹുജന വിഷയമായി മാറില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തിപരമായിട്ടുമായിട്ട് ബന്ധമുള്ളതാണ്. നമ്മുടെ കുട്ടികൾ ഈ മേഖലയിൽ പഠിച്ചിട്ടുള്ളതുകൊണ്ടറിയാം. അതായത് 22 ലക്ഷം കുട്ടികൾ ഒരു പരീക്ഷ എഴുതുന്നതാണ്. അതിൽ ഏതാണ്ട് 2-3 വർഷം കുറഞ്ഞത് ഒരു തപസ് പോലെ ഇരുന്ന് പഠിച്ചിട്ടാണ് ഈ കുട്ടികൾ എഴുതുന്നത്. അപ്പോൾ 22 ലക്ഷം കുടുംബങ്ങളുടെ കണ്ണീരും കൺസേണും ഇതിൻ്റെ പുറകിലുണ്ട്. അതിന് സമാന്തരമായിട്ട് മറ്റൊരു വിഷയം കൂടെ ഉണ്ടായി. CBSEയുടെ ഇവാലുവേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ 2 വിഷയങ്ങളും നമ്മുടെ ഒരു മിഡിൽ ക്ലാസ്, അർബൻ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ കുട്ടികളുടെയും പാരൻസിൻ്റെയും കോടിക്കണക്കിന് ആളുകളുടെ ഒരു ഒരു മാനസികമായിട്ട് ഒരുപാട് സംഘർഷമുണ്ടാക്കിയൊരു വിഷയമാണ്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിതിനെ നോക്കിക്കാണേണ്ടത്. അപ്പം ഇതിൽ നമ്മൾ പിന്നീട് വന്ന സമര പരിപാടികളൊക്കെ വരുന്നത് പിന്നീടാണ്. അപ്പം അതിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയും അതിൻ്റെ ഒരു നേട്ടമെന്ന് പറഞ്ഞാൽ പ്രൈം കൺസേൺ ഗവൺമെൻറ് കൊടുത്തത് ഈ പുനഃപരീക്ഷ കുറ്റമറ്റതായ രീതിയിൽ നടപ്പാക്കിക്കൊണ്ട് കുട്ടികൾക്ക് നീതി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അവർക്കുണ്ടായ മാനസിക വ്യത ഇല്ലാതാകുന്നില്ല. എന്നാൽ പോലും ജൂൺ 21-ാം തീയതി പരീക്ഷ വിജയകരമായി പുനഃപരീക്ഷ നടന്നു. അത് ജൂലൈ 16 റിസൾട്ട് വരികയും അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ സമര പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിനിടയിലാണ്. അപ്പോൾ അതിനതിൻ്റെതായ രാഷ്ട്രീയ തലമുണ്ട്, മറ്റു തരത്തിലുണ്ട്. അപ്പം സമൂഹത്തിൻ്റെ ഒരു ജെന്യുവിൻ വിഷയമാണ് പാർട്ടി എന്നുള്ള CJP എന്നുള്ള പാർട്ടി സമരത്തിലേക്ക് വന്നത്. അപ്പോൾ ഇതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എടുക്കാൻ കഴിയുന്ന മുൻകരുതൽ എന്നുള്ള തലത്തിൽ ഭാവിയിൽ ഇതുപോലെയുള്ള ഒരു വിഷയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു റിജിഡായിട്ടുള്ള നിയമം വരുന്നത്. അപ്പം ഇതിൽ പറഞ്ഞ ചില വ്യവസ്ഥകൾ വളരെ ശക്തമായ വ്യവസ്ഥയാണ്. അത് ഏറ്റവും കുറഞ്ഞത് 10 വർഷത്തെ കഠിന തടവാണ് പറഞ്ഞിരുന്നത്.